ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, കാരണം അത്ര തിരക്കായിരുന്നു. പക്ഷേ ബിസിനസ് സ്റ്റഡീസ് നാളെ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണല്ലേ. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മേ ബി ആരും നിങ്ങളോട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, എന്ത് പഠിക്കണം, ഏത് ക്വസ്റ്റ്യൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുള്ളൂ. ഈ 5 കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പക്ഷേ പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളിത് ശ്രദ്ധിക്കണം. അപ്പോൾ നാളെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ആദ്യത്തേത്, അത് മേ ബി നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ അത് എഴുതുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് എഴുതണം. ഇൻ കേസ് നിങ്ങൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ലായിരിക്കും എന്ന് കരുതി നമ്മളതങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയരുത്. നേരെ എന്ത് ചെയ്തോളണം, ടീച്ചറെ വിളിച്ചോളണം കേട്ടോ. ടീച്ചറെ വിളിച്ചിട്ട് ടീച്ചർ ഇന്ന മിസ്റ്റേക്ക് ഇതിൽ പറ്റിയിട്ടുണ്ട്, ഇത് കുഴപ്പമുണ്ടോയെന്ന് ടീച്ചറോട് ചോദിച്ച് കൺഫേം നമ്മൾ ചെയ്തിരിക്കണം. അഡ്മിഷൻ നമ്പറാണ് അല്ലെങ്കിൽ ആ റോൾ നമ്പർ നോക്കിയിട്ടാണ് ആ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ നമ്പർ ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ മേ ബി ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതായത് ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ഒരുപാട് ഭാഗങ്ങളിൽ അഡ്വാൻറ്റേജ്, മെറിറ്റ്, ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും അല്ലേ. ഫീച്ചേഴ്സും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് ഓർമ്മ വരുന്നില്ല, അപ്പം തന്നെ നേരെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുകയല്ല നിങ്ങൾ വേണ്ടത്. എന്ത് ചെയ്യണം, ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഫീച്ചേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അഡ്വാൻറ്റേജോ മെറിറ്റോ എന്തെങ്കിലും എടുത്ത് ആ ഫീച്ചേഴ്സിൽ എഴുതിക്കൊള്ളാം. അതേപോലെ ഫീച്ചേഴ്സിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജിൽ മെറിറ്റിലേക്കും എഴുതാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തോളണം, ആൻസർ ചെയ്തോളണം. ഏകദേശം പോയിൻ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടും. എക്സാക്റ്റ് അതേ പോയിന്റ് മാത്രം ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. മെറിറ്റ്, ഫീച്ചർ, അഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ചാൽ, ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മിക്സ് ചെയ്ത് എഴുതാം. പിന്നെ മൂന്നാമത്തെ കാര്യം, മിക്കവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യണം. എല്ലാ ചോദ്യം മീൻസ് ഇപ്പോൾ 3 2 അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ അറിയാൻ പാടില്ല, 5ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അതങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയല്ല വേണ്ടേ. അതിൽ ഏതെങ്കിലും വാക്ക് കാണുമ്പോൾ എന്തെങ്കിലും ആൻസറൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവുമല്ലോ. ഈ ബിസിനസ് സ്റ്റഡീസ് അല്ലേ, നമുക്ക് എന്തും എഴുതി വെക്കാം. അപ്പോൾ എഴുതിക്കോളണം. കാരണം ഈ 5ാമത്തെ ചോദ്യം 5 മാർക്കിൻ്റേതാണെന്ന് വിചാരിക്കാം. നമ്മളത് എഴുതിയില്ലെങ്കിൽ നമുക്കതിലുള്ള മാർക്ക് എത്രയാ, 0 അതിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോൾ 1 മാർക്ക് കിട്ടും. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മൾ വെറുതെ അറിയില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ 3 മാർക്കായില്ലേ, നമ്മുടെ ഗ്രേഡിനെ മാറ്റിമറിക്കാനുള്ള മാർക്ക് അവിടെയായി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ഒരുപാട് പോയിൻ്റൊക്കെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അതിന് ആൻസേഴ്സ് മനസ്സിൽ വരും. മനസ്സിൽ വന്ന് നമ്മൾ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് പോകും. പിന്നെ ആൻസർ ഏതാ നേരത്തെ, അയ്യോ ഞാൻ നേരത്തെ ആലോചിച്ച് പോയിൻ്റ് ചെയ്താ എന്നൊരു ഡൗട്ട് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള പോയിന്റുകളൊക്കെ ഉള്ളത് കേട്ടോ, ഈ മെറിറ്റ് അഡ്വാൻറ്റേജ് ഒക്കെ പോലെ പോയിന്റ് സ്റ്റെപ്പൊക്കെ ഉള്ളതുണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇപ്പോൾ പ്ലാനിങ് പ്രിമൈസ് ആണെങ്കിൽ പ്ലാനിങ് പ്രിമൈസസ് എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറുതായിട്ട്, കോപ്പി അടിക്കാൻ പാകത്തിനല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതേണ്ട, വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് പിന്നീട് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെ ഇതേപോലെ ആൻസേഴ്സ് എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പോയി അറ്റൻഡ് ചെയ്യണം എന്നല്ല. ഇപ്പോൾ 3 എണ്ണത്തിൽ 2 എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞു. അതിൽ ആ 2 എഴുതിയതിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പകുതി മറന്നുപോയി, പകുതി എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യനും കൂടി എഴുതി വെച്ചേക്കാം. അപ്പോൾ ടീച്ചർ 2ഉം കൂടി നോക്കുന്ന സമയത്ത് ഏതാണോ നല്ലത് നോക്കിയിട്ട് അതിന് നിങ്ങൾക്ക് മാർക്ക് തന്നോളും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഈ എക്സാമിന്, പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിനാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ മറ്റുള്ള എക്സാമുകൾക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നാളത്തെ എക്സാമിന് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഓൾ ദ ബെസ്റ്റ്. എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.